അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് പ്രവാസിയെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പ്രവാസിയെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കഥകളുണ്ട് പ്രവാസികളുടെ, അല്ലെ? യഥാർത്ഥത്തിന് ആ കഥയൊക്കെ മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കുന്നത് അതൊരു പ്രവാസിക്ക് തന്നെ ആയിരിക്കും. ഞാനിപ്പോ ഒരു പ്രവാസിയാണെങ്കിൽ എൻ്റെ ബേജാറും അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമായ ഒരു കാര്യങ്ങള് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആരോടാണ് ഞാൻ പറയുന്നത്, അയാളൊരു പ്രവാസിയാണെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഒരാളോട് ഞാൻ പ്രവാസ ജീവിതത്തിനെ കുറിച്ചൊന്നും എന്തെങ്കിലും പറഞ്ഞാല് അവരതിനെ വലിയൊരു സീരിയസ് ആക്കി ഒന്നും എടുക്കല. പറഞ്ഞത് വേണ്ടി ഒന്ന് കേൾക്കും, പിന്നെ അതങ്ങ് കളയും. പക്ഷെ ഒരു പ്രവാസിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പ്രവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല പ്രവാസികളും അധിക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. നല്ല രീതിയിൽ കഴിയുന്ന എത്രയോ പ്രവാസികളുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന എത്രയോ പ്രവാസികളുണ്ട്. അവരൊക്കെ ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സാധാരണ ഒരു ജീവിതമായിട്ട് നടക്കുന്ന പ്രവാസികളുണ്ടല്ലേ, ഒരു 70% ആൾക്കാരും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിലായിരിക്കാം. മിക്കവാറും പ്രവാസികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല, കടന്നു ഉറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്യൂട്ടി എന്താ അങ്ങനെ ബിസി ആയിരിക്കും. എന്നാലും ചിലപ്പോൾ ആ സമയത്തൊന്ന് വീട്ടിലേക്ക് വിളിച്ചാല് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ പറയും, ഞാൻ കഴിച്ചു ഉമ്മ, അല്ലെങ്കിൽ ഞാൻ കഴിച്ചു വാപ്പ. അല്ല ഭാര്യന്റെ അടുത്തും അങ്ങനെ പറയും, ചിലപ്പോൾ ഞാൻ കഴിച്ചത്. വെറുതെ പറയുന്ന, ഒന്നും കഴിച്ചില്ല സത്യത്തിൽ. ചിലപ്പോ ഉച്ചഭക്ഷണം അസർക്ക് കഴിക്കുന്ന പ്രവാസികളുണ്ട്. ചിലപ്പോൾ മഗ്‌രിബൊക്കെ ആവും. ഡ്യൂട്ടിന്റെ കാര്യം കൊണ്ട് ചിലപ്പോ ഡ്രൈവർ കാര്യങ്ങൾ ചിലപ്പോ റൂമിലേക്കൊക്കെ റിട്ടേൺ എത്തുമ്പോൾ കുറെ വൈകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ അസറോ അല്ലെങ്കിൽ മഗ്‌രിബൊക്കെ ആവും. എന്നാലും ചിലപ്പോൾ വീട്ടിലേക്ക് വിളിച്ച സമയത്ത് ചോദിച്ചാല് പറയും, ഭക്ഷണം കഴിച്ചെന്ന്. സത്യത്തിന് കഴിച്ചിട്ടില്ല. കാരണം എന്താ, നമ്മളെ കൊണ്ട് നമ്മളെ വീട്ടുകാർക്ക് ഒരു ബേജാറ് തോന്നുന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. വേറൊന്നല്ല കളവ് പറയാനുള്ള ഉദ്ദേശം. അങ്ങനെയാണ് പ്രവാസിയുടെ യഥാർത്ഥ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്. എത്ര ബേജാറുണ്ടെങ്കിൽ അത് മനസ്സിൽ ഇങ്ങനെ പരമാവധി ഒതുക്കി വെക്കും. ചിലപ്പോൾ എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ജലദോഷം എന്തെങ്കിലും വന്നാല് വീട്ടിലേക്കൊന്നും അറിയിക്കില്ല കേട്ടാ. പെനഡോളോ എന്തെങ്കിലും കുടിച്ച് അങ്ങനെ ഒതുക്കാൻ വേണ്ടി നോക്കും. ചിലപ്പോ പിന്നെ നമ്മളെ മുഖഭാവന കൊണ്ടോ അല്ലെങ്കിൽ സംസാരത്തിന്റെ ആ ശൈലി എന്തെങ്കിലും അവർക്ക് എന്താ വ്യത്യാസം തോന്നിയാല് അവർ ചിലപ്പോ ഇങ്ങോട്ട് ചോദിച്ചാലേ അങ്ങോട്ട് പറയും, അങ്ങനൊന്നുമില്ല, ചെറിയൊരു ജലദോഷം ഒരു പനി അങ്ങനെ വന്നു എന്ന് പറയുള്ളൂ. ചിലപ്പോ ആ പ്രവാസി ഒരു ദിവസം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടിരിക്കാം. എന്നാലും വീട്ടുകാർക്ക് അറിയിക്കല്ല പെട്ടെന്ന്. കാരണം അവർക്ക് വിഷമം തോന്നുന്നു വേണ്ട പറഞ്ഞിട്ടാണ്. അവർ നല്ല സന്തോഷത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് യഥാർത്ഥ പ്രവാസിയുടെ ജീവിതം. മാത്രല്ല ചിലപ്പോ വീട്ടിലൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാല് എന്തെങ്കിലും പാർട്ടി പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് ചിലപ്പോ ഈ ചങ്ങ ഇവിടെ കഴിക്കുന്നത് ചിലപ്പോ എന്തെങ്കിലും കുബൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക തമീസ്, അതസ്, ഫൂല് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കോൾ ചെയ്താല് നമ്മളോട് ചോദിക്കും, നീ എന്താ ഉണ്ടാക്കിയത്, നീ എന്ത് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോ വെറുതെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ കോഴി കറി ഉണ്ടാക്കി, അല്ലെങ്കിൽ ബിരിയാണി കഴിച്ച്, അല്ലെങ്കിൽ മറ്റേ മട്ടൺ അല്ലെങ്കിൽ ഫിഷ് അങ്ങനെ എന്താ കഴിച്ചെന്ന് പറയാനുണ്ട്. യഥാർത്ഥത്തിന് കഴിക്കുന്നത് എന്തായിരിക്കും, ചിലപ്പോൾ കുബൂസ അല്ലെങ്കിൽ ഫുൾ തമീസ അല്ല ദസ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പ്രവാസികൾക്ക് ഉണ്ട് കേട്ടോ. കാരണം നമ്മളെ വീട്ടുകാരെ വിഷമിക്കുന്ന വേണ്ട, അവർക്ക് ബേജാറാവാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തിലാണ്. അവർ സന്തോഷത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ചിലപ്പോ നമ്മ വീട്ടിലേക്ക് കോളൊക്കെ ചെയ്യുമ്പോ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോ നമുക്കൊന്ന് എടുക്കാൻ പറ്റി ഇങ്ങനെ തോന്നും. കുട്ടിയുടെ ചിരിയും ആ കളിയൊക്കെ കാണുമ്പോ നമുക്കൊന്ന് എടുക്കാൻ തോന്നും, അല്ലെങ്കിൽ ഒന്ന് നേരിട്ടൊരു ചുമ്മന ചെയ്യാന്ന് തോന്നും. പക്ഷെ അതൊക്കെ ഒരു മിസ്സിങ് ആകുമ്പോഴുള്ള ആ ഒരു വിഷമം, ആ ഒരു ബേജാറ്, ചിലപ്പോ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരും കേട്ടാ. എന്നാലും നമ്മൾ അറിയിക്കലില്ല. ചിലപ്പോ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച, അല്ലെങ്കിൽ മുഖം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച ഒന്ന് തുടച്ച് അവർക്കൊന്നും അറിയിക്കാനില്ല. നമ്മുടെ ഭാര്യക്ക് അല്ലെങ്കിൽ ഉമ്മവാപ്പൊക്കെ നമ്മൾ ഇതൊന്നും സങ്കടമൊന്നും അറിയിക്കലില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. നമ്മുടെ കുട്ടികളെ ഭാര്യകളൊക്കെ കാണുമ്പോൾ നല്ലോണം സങ്കടം തോന്നും. ഏതായിരുന്നാൽ ഇതൊക്കെയാണ് പ്രവാസി ജീവിതം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഭാര്യയുടെ അവസ്ഥ അങ്ങനെ തന്നെ കേട്ടാ. ഞാൻ മാത്രമല്ല യഥാർത്ഥത്തിന് ആ ഒരു ദുഃഖം അനുഭവിക്കുന്നത്, നമ്മുടെ ഭാര്യയും അതുപോലെ തന്നെയാണ്. കല്യാണത്തിന് മുമ്പ് ഞാൻ പലപ്പോഴും ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ഭാര്യയോട് പറയും, എനിക്ക് എന്താ എല്ലാവരും ഉണ്ടല്ലേ, ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, ഫാമിലി ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ കല്യാണത്തിന് ശേഷം ആ ഭാര്യക്ക് എത്ര കുടുംബക്കാരുണ്ടെങ്കിലും ഭർത്താവിനെ പോലെയല്ല.
അവർക്ക് കല്യാണത്തിന് ശേഷം എല്ലാം അവരുടെ ലൈഫ് ഭർത്താവാണ്. അതിന് ശേഷമേ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ഭാര്യയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ചിലപ്പോൾ വിഷമൊക്കെ ഇങ്ങനെ പറഞ്ഞ് തീർക്കണമല്ലോ. അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ അവളുടെ ആ കൂട്ടുകാരത്തിയുടെ ഭർത്താവ് ചിലപ്പോൾ പ്രവാസിയാണെങ്കിൽ അത് ആ പറയുന്ന പെണ്ണിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തൊരു പെണ്ണിനോട് പറഞ്ഞാൽ അത്ര വലിയ സീരിയസ് ആക്കി ഒന്നും എടുക്കണമെന്നില്ല. കാരണം അതൊക്കെ അങ്ങനെയാണ്. ഒരു പ്രവാസിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പ്രവാസിയുടെ ഭാര്യയ്ക്കേ മനസ്സിലാക്കാൻ പറ്റും. അതാണ് യഥാർത്ഥ പ്രവാസിയുടെ ലൈഫ് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ പ്രവാസികൾക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.